ഞാൻ പ്രതിനിധീകരിക്കുന്ന കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം അടുത്ത കാലത്ത് രൂപപ്പെട്ട ശാസ്ത്ര പ്രചാരണത്തിന് വേണ്ടി രൂപപ്പെട്ട ഒരു സംഘടനയാണ്. സമൂഹത്തിൻ്റെ ചിന്താരീതി ശാസ്ത്രത്തിൻ്റെതിന് തുല്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ സംഘടനാ തലത്തിലുള്ളൊരു കേഡർ സ്വഭാവം ഉപേക്ഷിച്ച് പുതിയ യുവാക്കളെക്കുള്ള ഉൾക്കൊള്ളാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ആജ്ഞാപിക്കുക അനുസരിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറി ഒരു സമഭാവനയോടുകൂടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉള്ള ഒരു സംഘടന കൂടെയാണ് കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം. ഇത് പുതിയ സംഘടന ആയതുകൊണ്ട് ഞാൻ ആമുഖമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. പുരോഗമന പ്രസ്ഥാനങ്ങൾ യുക്തിചിന്തയെ തമസ്കരിച്ചിട്ടുണ്ടോ? തമസ്കരിക്കുക എന്ന വാക്ക് ഇരുട്ടത്ത് വയ്ക്കുക, മറയത്ത് വയ്ക്കുക, കാണാതാക്കുക, കണ്ടില്ലെന്നടിക്കുക തുടങ്ങിയ അർത്ഥങ്ങളാണ് ലഭ്യമാകുന്നത്. പക്ഷേ അതിൻ്റെ യുക്തിവാദത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പ്രത്യയശാസ്ത്രക്കാരൻ പറയുന്ന ഒരു വാക്ക് തന്നെ എടുത്ത് ഉപയോഗിക്കേണ്ടി വരും. അധിനിവേശം നടത്തുക എന്നുള്ളതാണ്. അതായത് കേരളത്തിലെ യുക്തിവാദ ചരിത്രത്തിന്മേൽ അധിനിവേശം നടത്തി കീഴടക്കി ഇല്ലാതാക്കിയതിൻ്റെ ചരിത്രമാണ് കേരളത്തിലെ യുക്തിവാദത്തിൻ്റെ ചരിത്രം. അപ്പോൾ തമസ്കരിക്കുക എന്ന വാക്കിനേക്കാൾ കുറേ കൂടെ ഡിഗ്രി കൂടിയ, കുറേ കൂടെ കാഠിന്യം കൂടിയ, തീവ്രത കൂടിയ ഏതെങ്കിലും ഒരു വാക്കായിരിക്കും അനുയോജ്യം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു പ്രത്യയശാസ്ത്രം, മാർക്സിയൻ പ്രത്യയശാസ്ത്രം ശാസ്ത്രത്തെ പിന്തുടരുന്ന യുക്തിചിന്തയെ കീഴടക്കിയതിൻ്റെ ഒരു ചരിത്രമാണ് കേരളത്തിൻ്റെ യുക്തിവാദ ചരിത്രം എന്ന് പറയാവുന്നത്. ഇത് തമ്മിൽ അടിസ്ഥാനപരമായി വ്യത്യാസമുണ്ട്. ഒന്ന് ഒരു ഫിലോസഫിയാണ്. അത് മൈക്കൽ ഷർമർ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ഒരു പാറ്റേൺ ആണ് കാണുന്നത്. ഒരു പാറ്റേൺ കണ്ടിട്ട് അത് ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരു രീതിയാണത്. യുക്തിവാദം അങ്ങനെയല്ല. ഒന്ന് ഒരു ബുക്ക് ഓഫ് അതോറിറ്റിയാണ്. ഇപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞു, അതൊരു ബുക്ക് ഓഫ് അതോറിറ്റിയാണ്. കൃഷ്ണൻ പറഞ്ഞു, അല്ലെങ്കിൽ ക്രിസ്തു പറഞ്ഞു, അതൊരു ബുക്ക് ഓഫ് അതോറിറ്റിയാണ്. എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി പറഞ്ഞതാണെങ്കിൽ അതൊരു ബുക്ക് ഓഫ് അതോറിറ്റിയാണ് ഞാൻ ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ ഒരു 10-40 വർഷമായിട്ട് ഒരു മാർക്സിയൻ ബുക്ക് ഓഫ് അതോറിറ്റി ആശ്രയിച്ചാണ് നമ്മുടെ കേരളത്തിൻ്റെ ബൗദ്ധിക അന്തരീക്ഷത്തിലെ തീരുമാനങ്ങളെല്ലാം നടന്നിരുന്നു എന്നുള്ളത് ലജ്ജാകരമായൊരു കാര്യം കൂടെയാണെന്ന് അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഇതല്ല ഒരു ശാസ്ത്രത്തെ പിന്തുടരുന്ന രീതി എന്ന് പറഞ്ഞാൽ. അതായത് നിരീക്ഷണവും യുക്തിയധിഷ്ഠിതമായ ചിന്തനവുമാണ് ശരിയായ അറിവിനുള്ള മാർഗമെന്ന് 1920-30കളിൽ തന്നെ സഹോദരനയ്യപ്പൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ശാസ്ത്രത്തിൻ്റെ മാർഗം തുടരുന്ന ഒരു രീതിയാണ്. അത് ബുക്ക് ഓഫ് നേച്ചറാണ്. ഒരു വസ്തുവിൻ്റെ, ഒരു അറിവിൻ്റെ പ്രകൃതം എന്ത്, ആ അറിവ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു രീതിയാണ്. അത് മനസ്സിലാക്കാനുള്ള രീതി നിരീക്ഷണവും യുക്തിയധിഷ്ഠിതമായ ചിന്തനവുമാണ്. ഏതെങ്കിലും ഒരു ബുക്ക് ഓഫ് അതോറിറ്റിയെ ആശ്രയിക്കുക അല്ല. അത് തമ്മിൽ അജഗജ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മലയാള ഭാഷയിൽ പറയാൻ മോരും മുതിരയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഒന്ന് ചേർന്ന് പോകുന്നതല്ല, തികച്ചും വ്യത്യസ്തമായി പോകുന്ന ഒന്നാണ്. ശാസ്ത്രത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായ തെളിവുകൾ കൊണ്ട് സ്ഥാപിക്കുക, സൈദ്ധാന്തിക വിശദീകരണം നടത്തുക, പരീക്ഷണാത്മക രീതിശാസ്ത്രമാണത്. ആഴത്തിലുള്ള വിശകലനമുണ്ട്, പൊതുവായ സുതാര്യതയുണ്ട്, തുറന്ന വിമർശനമുണ്ട്. ഇതൊന്നും പ്രത്യയശാസ്ത്രത്തിന് അവകാശപ്പെടാൻ കഴിയുകയില്ല. വൈരുദ്ധ്യങ്ങളിലൂടെ സത്യം കണ്ടെത്താം. അതുതന്നെ തലകീഴാക്കി നിർത്തിക്കഴിഞ്ഞാൽ അതുവരെ മതം പിന്തുടർന്നു എന്ന വൈരുദ്ധ്യത്തിൽ നിന്നും തലകീഴാക്കിയ ചിത്രം കണ്ടെത്തിക്കഴിഞ്ഞാൽ വലിയ സത്യങ്ങൾ കണ്ടെത്താമെന്നുള്ള കേവലമായൊരു രീതി കൊണ്ടാണ് സത്യത്തെ കണ്ടെത്താനുള്ള രീതിയാണ് പ്രത്യയശാസ്ത്രത്തിൻ്റേത്. അപ്പോൾ ഇത് കേരളത്തിൽ ഒരു വലിയ, അതായത് യുക്തിവാദികളെ ഈ വൈരുദ്ധ്യാത്മകമായ രീതികൾ കൊണ്ടാണ് EMS അക്കാലത്ത് കുറ്റപ്പെടുത്തുന്നത്. ബൂർഷ്വാ യുക്തിവാദികൾ ഭൗതികവാദത്തെ ഒറ്റയ്ക്കെടുത്താണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനമാണ്. അക്കാലത്ത് ഈ വിമർശനം കേട്ട് യുക്തിവാദികളെല്ലാം മാളത്തിൽ ഒളിക്കുകയാണ് ഉണ്ടായത്. വാസ്തവം എന്താണ്? നമ്മൾ വൈരുദ്ധ്യാധിഷ്ഠിതമായിട്ടല്ല കാര്യങ്ങൾ പഠിക്കുന്നത്. ഒരാൾ മസ്തിഷ്കത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ ആദ്യം കാലിനെക്കുറിച്ച് സമഗ്ര ചിത്രം പഠിച്ചതിന് ശേഷമല്ല മസ്തിഷ്കത്തെക്കുറിച്ച് പഠിക്കുന്നത്, മസ്തിഷ്കത്തെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും ഒറ്റയ്ക്ക് എടുത്ത് പഠിച്ചതിൻ്റെ അനന്തരഫലമാണ് ശാസ്ത്രത്തിൻ്റെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നേട്ടങ്ങളെല്ലാം. അത് വൈരുദ്ധ്യാത്മകമായിട്ടല്ല പഠിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു കാര്യമാണ്. ഈ യുക്തിവാദത്തെ തമസ്കരിക്കാനുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞൊരു കാര്യം. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ കേരളത്തെ മാറ്റി നിർത്തുന്ന ആ ഒരു ഘടകം. നമ്മൾ പറയാറുണ്ട് കേരളത്തിൻ്റെ സംസ്കാരം ലോക നിലവാരത്തോട് തുല്യമായി നിൽക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ 1857 മുതൽ 1947 വരെ ഇന്ത്യയിലെമ്പാടും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം നടക്കുമ്പോൾ കേരളത്തിൽ നടന്നത് പൗരാവകാശ സമരങ്ങളാണ്. അതായത് നമുക്കൊരു ആവശ്യമുണ്ട്, വസ്ത്രമെടുക്കണം. അപ്പോൾ ചാന്നാർ ലഹളയിൽ വന്ന ആൾക്കാർ വസ്ത്രമെടുക്കണം പ്രഖ്യാപിക്കുകയാണ്, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വൈക്കസത്യരകത്തിൽ വന്ന് വഴി നടക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് പ്രഖ്യാപിക്കുകയാണ്. അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമ്മുടെ പന്തിഭോജനത്തിലൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അതിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് വരുന്ന ഓരോ വ്യക്തിയും പ്രഖ്യാപിക്കുന്ന പൗരാവകാശങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സമരമായിരുന്നു നമ്മളുടെ പൗരാവകാശ സമരങ്ങളെല്ലാം തന്നെ. എന്നാൽ ഇതായിരുന്നില്ല ഒരു പ്രത്യയശാസ്ത്ര ബാധയ്ക്ക് ശേഷമുണ്ട് നമ്മുടെ സമരങ്ങൾ. അത് പൗരാവകാശ സമരങ്ങൾക്ക് ശേഷം സംഘടനാ സമരങ്ങളായി മാറുകയാണ്.
സംഘടനാ സമരങ്ങളുടെ പ്രത്യേകത, നമ്മൾ പൗരാവകാശ സമരം ഇതെല്ലാം സംഘമായിട്ട് ചെയ്യാൻ പറ്റുള്ളെങ്കിലും ഇത് തമ്മിൽ നേരത്തെ പറഞ്ഞ പോലെ എൻറ്റയർലി ഡിഫറൻസ് ഉണ്ട്. അതായത് പൗരാവകാശ സമരങ്ങൾ വരുന്ന ആൾക്കാർ അവരവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ സംഘടനാ സമരങ്ങളിൽ വരുന്ന ആൾക്കാർ അവരുടെ വ്യക്തിത്വം ഉപേക്ഷിച്ചിട്ട്, അവരുടെ സ്വാതന്ത്ര്യം ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ ഒരു ചങ്ങലയിൽ കണ്ണിയായിട്ട് ചേരുകയാണ്. ഞങ്ങൾക്ക് വ്യക്തിത്വം ആവശ്യമില്ല, സ്വാതന്ത്ര്യം ആവശ്യമില്ല, ആട്ടും പറ്റങ്ങളെ പോലെ നയിക്കുന്ന കൂട്ടങ്ങളാണ്. അവർക്ക് വ്യക്തിത്വമില്ല, സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ടാണ് ഈ നീണ്ട പൗരാവകാശം, ഞാൻ ഈ 1857 മുതൽ 1947 വരെയുള്ള നീണ്ട പൗരാവകാശ സമരങ്ങൾക്ക് ശേഷം സംഘടനാ സമരങ്ങളിൽ അതിൻ്റെ പൊന്തൂവലിലേക്ക് ഒരു പൗരാവകാശ സമരങ്ങൾ പോലും രേഖപ്പെടുത്താതെ ഒരു പൊതുശത്രുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിഴൽ യുദ്ധം നടത്തുന്ന സമരങ്ങൾ മാത്രമായി പോയതിൻ്റെ ഉദ്ദേശം പ്രത്യയശാസ്ത്ര ബാധയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തമ്മിൽ അടിയന്തരമായ വ്യത്യാസമുണ്ട്. ഒന്ന് ഈ പൗരാവകാശത്തിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതാണ്, മറ്റൊന്ന് അതിലേക്ക് വന്ന് അവരുടെ ലോയൽറ്റി അല്ലെങ്കിൽ ഫിഡിലിറ്റി, വിശ്വാസം, കൂറ്, ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ ഇതിനോട് വിശ്വാസം പ്രഖ്യാപിക്കുന്നു, കൂറ് പ്രഖ്യാപിക്കുന്നു, അതിനപ്പുറത്തേക്ക് സ്വതന്ത്ര ചിന്തയുടെ യാതൊരു ഘടകവുമില്ല. അതുവരെ നിന്നിരുന്ന മതഭാഷയുടെ പുതിയൊരു പ്രഖ്യാപനമായിരുന്നു, വർഗസ്നേഹത്തിൻ്റെ, വീരമൃത്യുവിൻ്റെ, രക്തസാക്ഷിത്വത്തിൻ്റെ. ഞാൻ ത്യാഗം സഹിക്കാം എന്ന് എഗ്രിമെൻ്റ് എഴുതി കൊടുത്തൊരു സംഘടനയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് വ്യക്തിത്വം ആവശ്യമില്ല, എനിക്ക് സ്വാതന്ത്ര്യം ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കാമെന്നാണ് പറയുന്നത്. മരിക്കാമെന്ന് പറയുന്ന ആൾക്കാർക്ക് പിന്നെ എന്തിനാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യം? അതുകൊണ്ട് സ്വാതന്ത്ര്യത്തെയാണ് ഈ പ്രത്യയശാസ്ത്രം ഏറ്റവും കൂടുതൽ വിമർശിച്ചിരിക്കുന്നത് കാണാം. ഈ അടുത്ത കാലത്ത് നമ്മുടെ ആനന്ദ് എഴുതിയ ഒരു വാചകം ഞാൻ വായിക്കാം, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നതാണ്. വ്യക്തിത്വ വികസനത്തെ എല്ലാ മതങ്ങളും വിശ്വാസങ്ങളും സർവാധിപത്യ പ്രത്യയശാസ്ത്രങ്ങളും സംശയത്തോടു കൂടിയാണ് വീക്ഷിച്ചിട്ടുള്ളത്. സ്വന്തം നിർണയമനുസരിച്ച് സമൂഹവുമായി ഇടപെടാൻ അനുവദിക്കുന്നതിന് പകരം വ്യക്തിയെ സംഘങ്ങളിലും കൂട്ടങ്ങളിലുമായി മുങ്ങി മരിക്കാൻ പ്രേരിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട അണ്ടർ ചെയ്യേണ്ട വാക്കാണ് സ്വന്തം നിർണയമനുസരിച്ച്. അയാളുടെ യുക്തിശേഷി അനുസരിച്ച്, അയാളുടെ സ്വന്തം ബോധമനുസരിച്ച്, അയാളുടെ നിർണയം അനുസരിച്ച് പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ല. അതാണ് നമ്മുടെ പൗരാവകാശ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളെല്ലാം. അതിന് എൻറ്റയർലി ഡിഫറൻസാണ് ഈ സംഘടനാ സമരങ്ങളായി മാറുന്നത് എന്നുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ടതാണ്. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം, ഈ യുക്തിവാദത്തെ തമസ്കരിക്കാനുള്ള ആ വാചകം തന്നെ ഞാൻ ഉപയോഗിക്കുന്നു ഒരു കാര്യം. അതായത് ആൾക്കൂട്ടമാണ് പ്രധാനം, അതിലേക്ക് കണ്ണി ചേർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ പ്രജയിൽ നിന്നും പൗരനിലേക്ക് വന്നത് പൗരനിലേക്ക് വരണ്ട, കണ്ണിയായാൽ മതി, നിങ്ങളിതിൻ്റെ കണ്ണിയായാൽ മതി എന്നുള്ളൊരു സന്ദേശമാണ് പ്രത്യയശാസ്ത്രം നൽകിയത്. അപ്പോൾ അത് EMS അത് തന്നെ വിമർശിക്കുന്നുണ്ട്. രണ്ടാമത്, യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്ക് EMS പറയുന്നതാണ്, അജ്ഞരായ ബഹുജനങ്ങളെ തങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല, ആകർഷിക്കണമെന്ന ഉദ്ദേശം പോലുമില്ല. എന്തിനാണ് അജ്ഞരായ ആൾക്കാരെ ആകർഷിക്കുന്നത്? അനുസരിപ്പിക്കാൻ വേണ്ടിയാണ്. അനുസരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഈ യുക്തിവാദ സംഘത്തിന് സഹോദരനയ്യപ്പൻ നയിച്ചിരുന്ന കാലത്തോ അതിന് ശേഷമോ ഉണ്ടായിട്ടില്ല. ഇടയ്ക്കൊരു കാലത്ത് തെറ്റിപ്പോയെങ്കിൽ പോലും സഹോദരനയ്യപ്പനൊക്കെ നയിച്ചിരുന്ന കാലത്ത് ആൾക്കാരിലേക്ക് അറിവ് പകരുക, അവരുടെ സ്വതന്ത്ര ചിന്ത വളർത്തുക, അവരുടെ യുക്തിചിന്ത വളർത്തുക. നമ്മൾ നേരത്തെ ആനന്ദിൻ്റെ വാചകം പോലെ സ്വയം നിർണയശേഷി നേടിയെടുക്കുക. സ്വയം നിർണയശേഷി നേടിയെടുത്താൽ എന്ത് പറ്റും? ഈ മതങ്ങളിലും ഈ പ്രത്യയശാസ്ത്ര പ്രസ്ഥാനങ്ങളിലും ആളില്ലാതെ വരും. സ്വയം നിർണയശേഷി നേടിയെടുത്തു കഴിഞ്ഞാൽ അവർ ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെയും മതത്തിൻ്റെയൊക്കെ കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആള് ശുഷ്കമാകുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ബോധപൂർവം ഉപയോഗിച്ചിരിക്കുന്നത് അജ്ഞരായ ബഹുജനങ്ങളെ ആകർഷിക്കാൻ യുക്തിവാദ സംഘങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു. മൂന്നാമത്തെ ഒരു കാരണമായി ഞാൻ പറയുന്നത്, ഈ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഈ അദ്വൈത വേദാന്തത്തിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല, അത് രണ്ടും തുല്യം തന്നെയാണ്. അപ്പോൾ അദ്വൈത വേദാന്തം പറയുന്നത് എന്താണ്? ജഗത് മിഥ്യ, ബ്രഹ്മസത്യം. നിങ്ങൾ ഈ മിഥ്യയുടെ ലോകത്താണ്. നാം അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം നമ്മുടെ അജ്ഞതയാണ്. ശരിയായ ജ്ഞാനം എന്താണ്? ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്കറിയാം, നമ്മുടെ ഈ സംസാര ലോകമൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണകളാണ്. ശരിക്കും ഈ ലോകമൊന്നുമില്ല. ശരിക്കും നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ്. ശരി എവിടെയാണ് കിടക്കുന്നത്? ശരി അങ്ങ് ബ്രഹ്മത്തിൽ കിടക്കുന്നു. ആ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം നിങ്ങൾക്ക് ലഭ്യമായി കഴിഞ്ഞാൽ പിന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളുമില്ല. ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ, മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ തിയറിയും ഇതുതന്നെയാണ്. നമ്മുടെ ഈ ലോകം ബൂർഷയുടെ കപടലോകമാണ്. നാം സ്വാതന്ത്ര്യം നേടിയാലും നീതി നേടിയെടുത്താലും സാഹോദര്യം നേടിയെടുത്താലും എല്ലാം ഇത് ബൂർഷയുടെ കപടലോകമാണ്. യഥാർത്ഥ ലോകം എവിടെയാണ്? അതിനൊരു തലകീഴാക്കലുണ്ട്, പ്രത്യയശാസ്ത്രപരമായ ഒരു ഇടപെടലുണ്ട്. തലകീഴാക്കി നിങ്ങൾ കണ്ടു നോക്കൂ. മാർക്സ് ലോകത്തേക്ക് കൊണ്ടുവന്ന പുതിയൊരു തിയറിയാണ് ഇതാണ് സത്യം കണ്ടെത്താനുള്ള മാർഗം. തലകീഴാക്കി നോക്കൂ. തലകീഴാക്കി നോക്കുമ്പോൾ അടിത്തറയിൽ ശരിയായ ബോധം കിട്ടും. ആ ബോധമാണ് ശരിയായ ബോധം. നിങ്ങൾ ഇന്ന് ജീവിക്കുന്നത് ബൂർഷയുടെ ലോകത്തിലാണ്. ഇത് അദ്വൈത വേദാന്തമായിട്ട് എന്താണ് ഇതിന് വ്യത്യാസമുള്ളത്? ഈ അദ്വൈത വേദാന്തത്തിന് തുല്യമായ ഒരു പ്രത്യയശാസ്ത്രമാണ് ദീർഘകാലമായി നമ്മുടെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ജീവവായുവായി നിലനിന്നിരുന്നതെന്ന് ആലോചിക്കുമ്പോൾ എന്തുകൊണ്ട് അവർ യുക്തിവാദത്തെ തിരസ്കരിച്ചില്ലെങ്കിലാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത്.
അതാണ് 3 പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിന് ശേഷം വന്ന എല്ലാ പ്രസ്ഥാനങ്ങളും, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വത്സല പിന്നെ ബാലസംഘത്തിൽ നിന്ന് ബാലഗോകുലത്തിലേക്ക് അവർക്ക് അകലം മനസ്സിലാക്കാൻ കഴിയാത്തത് ഇത് രണ്ടും ഒരേ അദ്വൈത സിദ്ധാന്തമായതുകൊണ്ടാണ്. അപ്പോൾ മറ്റൊരു കാര്യം, സമയക്കുറവുള്ളതുകൊണ്ട് വൈകാരികമായി പോകുന്നുണ്ട്. പിന്നെ ഇത് പഠിച്ചത് പരിഷത്തിനെ കുറിച്ച് മീരാനന്ദയുടെ ഒരു വിമർശനം കൂടെ പറഞ്ഞുകൊണ്ട് തുറക്കാം. ഔദ്യോഗികമായും ഉദാസീനമായ നിലപാടാണ് മതവിമർശനത്തിനെതിരെ പരിഷത്തെടുത്തത്. ശാസ്ത്രത്തിൻ്റെ സൗരയൂഹത്തിന് പുറത്താണ് ദൈവത്തിൻ്റെ സ്ഥാനമെന്നും മതം ദൈവം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിൽ താല്പര്യമില്ല എന്നുള്ള പരിഷത്തിൻ്റെ നിലപാട് ശ്രദ്ധേയമാണ്. അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശാസ്ത്രം അധിനിവേശം ഉറപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് ദൈവം പ്രപഞ്ചമണ്ഡലത്തിൽ നിന്നും ശാസ്ത്രസങ്കല്പങ്ങളിൽ നിന്നും പുറത്തായത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ ശാസ്ത്രം വന്നതിന് ശേഷമാണ് ഇവർക്കിത് പറയാൻ പറ്റിയത്. ശാസ്ത്രത്തിൻ്റെ സൗരയൂഹത്തിന് പുറത്താണ് മതവും ദൈവങ്ങളും എന്ന്. അപ്പോൾ ഇതിനൊരു കാരണം എന്താണ്? സാംസ്കാരിക മതഘടനകൾ സാമ്പത്തികവും സാമൂഹികമായ നീതിയെ തടസ്സപ്പെടുത്തുന്ന അംബേദ്കർ സമീപനത്തെ പോലും ആശയവാദം എന്ന പേരിൽ നിരാകരിക്കപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട രാജഗോപാൽ സാറ് ഇവിടെ കുറച്ച് നേരത്തെ മുമ്പ് പറഞ്ഞിരുന്നു, ജാതി മതങ്ങളെക്കുറിച്ച് നമ്മൾ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളത്. ഈ അംബേദ്കറിൻ്റെ ആശയത്തെ പരിഷത്ത് പോലുള്ള ഇടതുപക്ഷ സംഘടനകൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെമ്പാടുണ്ടായിരുന്ന ഇടതുപക്ഷ സംഘടനകൾ ഇന്ത്യക്കൊരു മാതൃകയായി കൊണ്ടുപോകാവുന്ന ജ്ഞാനോദയ മൂല്യത്തിൻ്റെ ഒരു ചുക്കാൻ പിടിക്കേണ്ട ഒരു ആശയത്തെ തകർത്ത് കളഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മുടെ മുഹമ്മദ് നസീർ എന്ന ഒരു ഈ മാർക്സിസ്റ്റ് വിമർശനം എഴുതിയ ഒരു വാചകം കൂടെ വായിച്ചുകൊണ്ട് നിർത്താം. യഥാർത്ഥത്തിൽ യുക്തിചിന്തയും അതിൻ്റെ ഫലമായുണ്ടായ ശാസ്ത്രോപബോധമാണ് അജ്ഞതയുടെ തടവറയിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ചത്. സംഘർഷത്തിൽ അധിഷ്ഠിതമെന്ന് ഉത്തരാധുനികവാദവും നവ ഇടതുചിന്തയും കരുതിയ ലോകത്തെ സഹവർത്തിത്വത്തിൻ്റെ ലോകമാക്കി മാറ്റിയത് ജ്ഞാനോദയ അനന്തര ആധുനികതയും അതിൻ്റെ രാഷ്ട്രീയ സംവിധാനമായ ലിബറലിസവുമാണ്. ആ ലിബറലിസത്തിൻ്റെ പൊളിറ്റിക്സാണ് സഹോദരൻ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉയർത്തിപ്പിടിച്ചത്. അതിനെ അപകടപ്പെടുത്തിയത് സ്വന്തം കുഴി കുഴിച്ചിട്ട് കുഴിയിൽ ചാടി എന്നെ തള്ളിയിട്ട് എന്ന് പറയുന്ന ഒരു യുക്തിവാദി സംഘം ഇവിടെയുണ്ട്. സ്വന്തം ഭരണഘടനയിൽ ഈ അദ്വൈത സിദ്ധാന്തത്തിന് തുല്യമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ വൈരുദ്ധ്യാത്മകമായ പ്രപഞ്ചവീക്ഷണമാണ് ഞങ്ങൾ പുലർത്തുന്നതെന്ന് എഴുതി ചേർത്ത് സ്വയം കൊണ്ട ട്രെയിനടിയിൽ തലവെച്ച് കൊടുത്തതിന് ശേഷം വിലപിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.